ഓം നമഃ ശിവായ. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. മക്കളുടെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ നോട്ട്സൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു മിസ്സ്. അപ്പോൾ സിദ്ധാർത്ഥ ഓർ ഹംസ് എന്നുള്ള ലെസണാണ് നമ്മൾ ലാസ്റ്റ് പഠിച്ചത് അല്ലേ? അത് കഴിഞ്ഞ് മിസ്സ് പാരഗ്രാഫ് തന്നു, അതിൻ്റെ നോട്ട്സ് എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് പാനി കാ പേട് എന്നുള്ള ഒരു ലെസണാണ്. അത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതല്ല, റീഡിംഗ് ലെസണാണ്. പേജ് നമ്പർ 60 പേജ് നമ്പർ 60 എടുക്കുക എല്ലാവരും. അതിൽ പാനി കാ പേട് എന്നുള്ള ലെസൺ നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ച് പഠിക്കാനുള്ളതാണ്. സോ യു ഹാവ് ടു റീഡ് 5 times ഈച്ച് പാരഗ്രാഫ്. ഓക്കെ, ഈച്ച് പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഒരു പാരഗ്രാഫ് 5 times വായിക്കുക, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം 5 times വായിക്കുക, അങ്ങനെ അടുത്ത പാരഗ്രാഫ്, അങ്ങനെ നന്നായി വായിച്ച് പഠിക്കുക. ഓക്കെ, സോ ലിസൺ വെരി കെയർഫുള്ളി. മിസ് ഇത് നിങ്ങൾക്ക് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരും, മക്കൾ ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് അതേപോലെ വായിച്ച് പഠിക്കുക. പാനി കാ പേട്. പാനി എന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പാനി വാട്ടർ, പേട് വൃക്ഷ്. അപ്പോൾ വെള്ളത്തിൻ്റെ വൃക്ഷം, അങ്ങനെ ഒരു വൃക്ഷം ഉണ്ടോ? അപ്പോൾ നമുക്ക് നോക്കാം ഈ കഥയിൽ എന്താണ് പറയുന്നത് എന്ന്. ഓക്കെ, പാനി കാ പേട്. एक छोटा सा देश था. एक बार वहाँ भयंकर सूखा पड़ गया. लोग पानी के लिए तरसने लगे. राजा ने अपने सैनिकों को पानी की खोज में भेजा. उनमें से एक सैनिक पड़ोसी देश पहुंचा. उसने एक दुकानदार से पूछा, क्या यहाँ कहीं पानी मिलेगा? एक छोटा सा देश था. ഒരു ചെറിയ ദേശം, ഒരു ചെറിയ രാജ്യം. ഓക്കെ, एक बार वहाँ ഭയങ്കര സൂഖ പട് ഗയ. അവിടെ ഒരു തവണ ഭയങ്കരമായ വരൾച്ച. സൂഖ എന്ന് പറഞ്ഞാൽ വെള്ളം കിട്ടാത്ത അവസ്ഥ, മഴ പെയ്യാത്ത അവസ്ഥ, അതാണ് സൂഖ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലായിടവും ഡ്രൈ ആയിരിക്കുക, എവിടെയും ജലത്തിൻ്റെ ഒരു തുള്ളി പോലും കാണാനില്ലാത്ത ഒരവസ്ഥ, സൂഖ. അപ്പോൾ एक बार वहाँ ഭയങ്കര സൂഖ പട് ഗയ. ആ രാജ്യത്ത് ഒരു തുള്ളി വെള്ളമില്ലാതെ ജനങ്ങളൊക്കെ വലയാൻ തുടങ്ങി. ലോക് പാനി കെ ലിയെ തറസ്നെ ലഗെ. തറസ്ന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് വലയുക. ജനങ്ങളൊക്കെ ഒരു തുള്ളി വെള്ളം കിട്ടാൻ വേണ്ടി ദാഹിച്ച് വലയുകയായിരുന്നു. രാജാനെ അപ്നെ സൈനികോ കോ പാനി കി ഖോജ് മേ ഭേജ. അപ്പോൾ രാജഭരണമുള്ള സമയമാണ്. രാജാവ് എന്ത് ചെയ്തു? രാജാനെ അപ്നെ സൈനികോ കോ പാനി കി ഖോജ് മേ ഭേജ. തൻ്റെ സൈനികരെ വിളിച്ചിട്ട് എവിടെയാണ് ജലം കിട്ടുക എന്ന് അന്വേഷിച്ച് കണ്ടെത്തുവാൻ വേണ്ടി അയച്ചു സൈനികരെ. ഉന്മേ സെ ഏക് സൈനിക പടോസി ദേശ് പഹുഞ്ച. അങ്ങനെ ആ കൂട്ടത്തിൽ ഒരു സൈനികരെ നാനാ ദിക്കിലേക്കുമാണ് അയക്കുന്നത്. ഉന്മേ സെ ഏക് സൈനിക് പടോസി ദേശ് പഹുഞ്ച. അങ്ങനെ അതിൽ ഒരു സൈനികൻ തൻ്റെ അയൽ ദേശത്ത് എത്തി. ഉസ്നെ ഏക് ദുക്കാൻദാർ സെ പൂച്ച. അവിടെ എത്തി ഒരു ഷോപ്പ് കീപ്പർ. ദുക്കാൻദാർ എന്ന് പറഞ്ഞാൽ പീഡിയക്കാരൻ എന്ന് പറയും, ഷോപ്പ് കീപ്പർ കടക്കാരൻ അല്ലേ, കട നടത്തുന്ന ആൾ. അപ്പോൾ ആ സൈനികൻ അവിടെ എത്തിയ ഉടനെ തന്നെ ആ ദുക്കാൻദാറിനോട് ചോദിക്കുകയാണ്, ക്യാ യഹാ കഹി പാനി മിലേഗ. ഇവിടെ എവിടെയെങ്കിലും ജലം കിട്ടുമോ? ഇവിടെ എവിടെയെങ്കിലും വെള്ളം കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുക. ക്യാ യഹാ കഹി പാനി മിലേഗ. നെക്സ്റ്റ്, ദുക്കാൻദാർ ബോല, പാനി തോ നഹി ഹെ പരന്തു ബർഫ് മിൽ സക്തി ഹെ, യേ ലേ ലോ. അപ്പോൾ അയാൾ എന്താ പറഞ്ഞത്? ദുക്കാൻദാർ ബോല പാനി തോ നഹി ഹെ. ആ ഷോപ്പ് കീപ്പർ പറയാണ് വെള്ളം ഇല്ല, പരന്തു ബർഫ് മിൽ സക്തി ഹെ, പക്ഷേ ബർഫ് എന്ന് വെച്ചാൽ ഐസ്. ഓക്കെ, ബർഫ് മിൽ സക്തി ഹെ, ഐസ് വേണമെങ്കിൽ കിട്ടും. വോഹ്ലേലോ, അത് വേണേ എടുത്തോളൂ എന്ന് പറഞ്ഞു. കാരണം കടയിൽ ഐസാണ് ഉള്ളത്, വെള്ളമില്ല എന്ന്. സൈനികനെ ബർഫ് പെഹലെ കഭി നഹി ദേഖി തി. അപ്പോൾ ഈ സൈനികൻ ഇതുവരെ ഈ ബർഫ് അല്ലെങ്കിൽ ഐസ് കട്ട ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ബർഫ് എന്ന് ഹിന്ദിയിൽ പറയുമ്പോൾ മഞ്ഞ് എന്നും പറയും ബർഫിന്. ഓക്കെ, പക്ഷേ ഇവിടെ മഞ്ഞല്ല, ഇവിടെ അർത്ഥം
എന്താണ്, മഞ്ഞ് കട്ട എന്നൊക്കെ പറയുന്നില്ലേ, ഇവിടെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ബർഫ് എന്ന് പറഞ്ഞാൽ ഐസ്. ഓക്കെ, ഐസിൻ്റെ കട്ട. അപ്പോൾ സൈനികനെ ബർഫ് പഹലെ കഭി നഹി ദേഖി തി. സൈനികൻ ഇതുവരെ ആ ബർഫ് അല്ലെങ്കിൽ മഞ്ഞുകട്ട, ഐസ് കട്ട കണ്ടിട്ടുണ്ടായിരുന്നില്ല. വോ ബർഫ് കി സില്ലി ലേക്കർ രാജാ കെ പാസ് ചൽ പട. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു മഞ്ഞുകട്ടയുടെ ഒരു പീസും എടുത്തിട്ട് രാജാവിൻ്റെ അടുത്തേക്ക് പോയി. രാജാ കെ പാസ് പഹുഞ്ചെ പഹുഞ്ചെ ബർഫ് കി സില്ലി ഏക് ഛോട്ടാ സാ ടുക്കടാ മാത്ര രഹ് ഗയി തി. അപ്പോൾ സ്വാഭാവികമായിട്ടും അറിയാലോ, ഈ ഐസ് കട്ട നമ്മുടെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് അലിഞ്ഞ് ചൂട് തട്ടുന്നതിനനുസരിച്ച്, അന്തരീക്ഷത്തിലെ ചൂട് തട്ടുന്നതിനനുസരിച്ച് അത് ഉരുകിപ്പോവും അല്ലേ. അങ്ങനെ രാജാക്കെ പാസ് പഹൂഞ്ചത്തെ രാജാവിൻ്റെ അടുത്ത് എത്തിയതും ബർഫ് കി സില്ലി എക് ഛോട്ടാസ ടുക്കടാ മാത്ര രഹ്. ആ ഈ ബർഫിൻ്റെ സില്ലി അല്ലെങ്കിൽ ഐസ് കട്ട എന്തായി, ഏക് ഛോട്ടാസ ടുക്കടാ മാത്ര രഹ്, ഒരു ചെറിയ കഷ്ണം മാത്രമായി ബാക്കിയായി. ബാക്കിയൊക്കെ അലിഞ്ഞ് വെള്ളമായി പോയിരുന്നു. രാജാനെ ബർഫ് കെ ടുക്കടേ കോ ദേഖാ തോ ഉസേ ജമീൻ മേ ഗാഡ്നെ കോ കഹ. അപ്പം ഇത് കണ്ടതും രാജാവ് എന്തു പറഞ്ഞു, ചെറിയൊരു കഷ്ണം ആണ് കാണുന്നത് അല്ലേ. അപ്പോൾ രാജാവ് പറഞ്ഞു അതിനെ അവിടെ ജമീൻ മേ ഗാഡ്നെ കോ, അവിടെ ഭൂമിയിലേക്ക് കുഴിച്ചിടാൻ വേണ്ടി പറഞ്ഞു. ജമീൻ പർ രഖ്തേ ഹി ബർഫ് പിഘൽ ഗയി. അങ്ങനെ ഭൂമിയിലേക്ക് വെച്ചതും മഞ്ഞെന്തായിപ്പോയി, ബർഫ് എന്തായിപ്പോയി, ഒലിച്ച് ആ ഭൂമിക്കുള്ളിലേക്ക് താണുപോയി. പാനി ജമീൻ മേ സമാഗയ. അങ്ങനെ അതിലെ വെള്ളം എവിടത്തേക്ക് പോയി, ജമീൻ, നിലത്തേക്ക് അല്ലേ, തറയിലേക്ക്, നിലത്തേക്ക് പോയി, ഭൂമിയുടെ ഉള്ളിലേക്ക്. രാജാനെ ആദേശ് ദിയാ കി ജമീൻ ഖോദ് കർ ഉസ്മേ സമായ ഹുവാ പാനി വാപ്പസ് ലിയാ ജായ്. അപ്പോൾ രാജാവും ഭടന്മാരും എല്ലാം മണ്ടന്മാർ തന്നെ അല്ലേ. അപ്പം രാജാവ് എന്താ പറഞ്ഞത്, ഈ ഭൂമിയിൽ കുഴിച്ചിട്ട ഈ മഞ്ഞുകട്ട ഉരുകി വെള്ളമില്ലേ, ആ വെള്ളം എങ്ങനെയെങ്കിലും കുഴിച്ച് എടുക്കണം എന്ന് പറഞ്ഞു. ജമീൻ ഖോദ്കർ, ആ നിലം കുഴിച്ചിട്ട് ആ മഞ്ഞുകട്ട എടുക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് പാരഗ്രാഫ്. एक വ്യക്തി ഉസ് സ്ഥാൻ പർ ഗഡ്ഢ ഖോദിനെ ലഗെ. അങ്ങനെ അതിലൊരാൾ എന്ത് ചെയ്യാൻ തുടങ്ങി, കുച്ച് വ്യക്തി ഉസ് സ്ഥാൻ പർ ഗഡ്ഢ ഖോദിനെ ലഗെ. കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്ന് ആ സ്ഥാനത്ത് ഒരു കുഴിയെടുക്കാൻ തുടങ്ങി. ആൾക്കാർ മഞ്ഞുകട്ട ഉരുകി താഴോട്ട് പോയതിനെ കുഴിച്ചെടുക്കാൻ പോവാണ്. ബഹുത് നീചെ തക് ഖോജ്നെ പർ ഉനെ പാനി നസറായ. അങ്ങനെ കുറേ സമയം കുഴിച്ചു. മഞ്ഞുകട്ടയിലെ വെള്ളം എങ്ങോട്ട് പോയി എന്നറിയാൻ വേണ്ടി കുറേ സമയം കുഴിച്ച് താഴോട്ട് എത്തുമ്പോഴേക്ക് എന്തായി, വെള്ളം കാണാൻ തുടങ്ങി. സാധാരണ ഭൂമി കുഴിച്ചാൽ വെള്ളം കിട്ടും അല്ലേ, അങ്ങനെയാണ് നമ്മളെ വീട്ടിലൊക്കെ കിണറുണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ആൾക്കാർ കുഴിച്ച് ലാസ്റ്റ് വെള്ളം കാണാൻ തുടങ്ങി. രാജാനെ സോച്ച കി ഷായത് ജമീൻ മേ പാനി നീചെ ചുപ് ലിയാ ഹേ. അപ്പം രാജാവിന് മനസ്സിലായത് എന്താണെന്നറിയോ, ഒരു പക്ഷേ ആ മഞ്ഞുകട്ടയിലെ വെള്ളം ഉരുകി, അല്ലെങ്കിൽ ആ ഐസ് കട്ടയിലെ വെള്ളം ഉരുകി ഭൂമിയുടെ അടിയിൽ പോയി ഇങ്ങനെ നിന്നതാണെന്നാണ് രാജാവ് വിചാരിക്കുന്നത്. അതഹ ഉസ്നെ അന്യസ്ഥാനവും പർ ബി ഐസെ ഗട്ടേക്കോ ഖോദിനേക്ക ആദേശ് ദിയ. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് തോന്നി ജമീൻ, ഭൂമിക്കടിയിൽ എല്ലായിടത്തും വെള്ളം ഇങ്ങനെ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഉസ്നെ അന്യ സ്ഥാനവും പർ ഭി ഐസെ ഗഡ്ഢോं को खोदने का आदेश दिया. മറ്റ് സ്ഥലങ്ങളിലും ഇതേപോലെ കുഴിയെടുക്കാൻ വേണ്ടി പറഞ്ഞു. യേഹി ബാദ് മേ കുവേ ബൻ ഗേ. അങ്ങനെയാണ് പിന്നീട് ഈ കുവ അല്ലെങ്കിൽ കിണറുകൾ ഉണ്ടായി മാറിയത് എന്നാണ് ഈ കഥ. എന്ന് വെച്ചാൽ രാജാവ് അറിയാതെ ആൾക്കാരെ കൊണ്ട് കുഴിപ്പിച്ച് വെള്ളം കണ്ടു അല്ലേ. അങ്ങനെയാണ് പിന്നീട് ഈ ഭൂമിക്കടിയിൽ വെള്ളമുണ്ടെന്നും അത് കിണറിൻ്റെ രൂപത്തിൽ കുഴിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നും കണ്ടുപിടിച്ചത് ഇതിന് ശേഷമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ,
അതൊരു വിശ്വാസം മാത്രം, ഒരു ചെറിയൊരു കഥയാണിത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്നും മക്കൾക്ക് പഠിക്കാനില്ല. ടെക്സ്റ്റ് നന്നായി വായിക്കുക. ഓക്കെ, ഇതിൻ്റെ ഓഡിയോ ക്ലിപ്പ് മിസ് ഇടും. മിസ് വായിക്കുന്നത് കേട്ടിട്ട് നിങ്ങളും വായിച്ച് പഠിക്കണം. ഓക്കെ.